ഇന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരമലൈസ് ബനാന. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക, പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കാരമലാക്കി എടുക്കുക. അതായത് പഞ്ചസാരൻ്റെ കളറൊന്ന് മാറി വരട്ടെ. സ്പൂൺ വെച്ച് ഇളക്കൊന്നും വേണ്ട, ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റായി പോകും. ഇപ്പോൾ കാരമൽ റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള പഴം ഒന്ന് മുറിച്ചൊരു സൈഡിൽ വെക്കുക. കാരണം കാരമൽ റെഡിയായി പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കണം. അപ്പം ഈ വലുപ്പത്തിലുള്ള അത്യാവശ്യം പഴുത്തിട്ടുള്ള 2 ചിക്കിറ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ നാട്ടിലെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. പഴം തൊലി കളഞ്ഞിട്ട് നടുവേ ഒന്ന് മുറിച്ചിട്ട് പിന്നെ അതൊന്നും കൂടെ പകുതിയാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു പഴം ഒരു 4 കഷ്ണാവുന്ന രീതിയിൽ അത്യാവശ്യം കട്ടിയിൽ മുറിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാരമലൊക്കെ പാകത്തിന് കളറായി വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ബട്ടർ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഉപ്പുള്ള ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുള്ള ഈ പഴം ഉണ്ടല്ലോ, അത് നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കാരമൽ സോസ് എത്തുന്ന പോലെ ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ തന്നെ മതിയാകും. കാരണം പഴം ഒരുപാട് വെന്തുടയാനൊന്നുമില്ല, ഇതിൽ മൊത്തത്തിൽ നല്ലോണം മിക്സ് ആയിട്ട് ഒന്നാം കളർ മാറി കിട്ടിയാൽ മതി. പിന്നെ ഈ ഒരു കാരമൽ സോസിന് കുറച്ച് വാനിലേൻ്റെ ഒക്കെ ഫ്ലേവർ വേണമെങ്കിൽ ഒരു തുള്ളി വാനില എസൻസ് ഒക്കെ ഉറ്റിച്ച് കൊടുക്കാം കേട്ടോ. 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും സോസ് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കാരമലിൻ്റെ സോസ് കരിഞ്ഞിട്ട് വേറെ ടേസ്റ്റായി പോകും. അപ്പോൾ മൊത്തത്തിൽ 2 ഭാഗത്തേക്കും കറക്റ്റ് സോസൊക്കെ കോട്ടായി ഒന്ന് പഴം അങ്ങ് സോഫ്റ്റായി കിട്ടിയാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ കോരി കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമോ ബിസ്ക്കൊക്കെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ചൊരു വേർമസെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ഇടുന്ന ചോക്ലേറ്റിൻ്റെ വേർമസെല്ലി ഉണ്ടല്ലോ, അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം മതി ഇട്ടോ. അതിൻ്റെ ഒരു ആവശ്യമില്ല, ഭംഗി കിട്ടുന്നേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരമലൈസ് ബനാനയാണ് ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ പഴം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് പുഡിങ്ങിനൊക്കെ പകരമായിട്ട് നല്ലൊരു ഡെസേർട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടെ ഉണ്ട്. അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്